വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടവുമായ ഒരു ചെറുപയർ പരിപ്പ് പായസത്തിന്റെ റെസിപ്പിയാണിത്. ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ്, അത് തൂക്കത്തിൽ 9 ഔൺസ് അല്ലെങ്കിൽ 250 ഗ്രാമാണ്. ആ പരിപ്പ് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിലേക്ക് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചാൽ ഒരു കപ്പ് പരിപ്പിടുക. എന്നിട്ട് ഇത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ പരിപ്പ് ഏകദേശം 4 മിനിറ്റോളം ഒന്ന് ഇളക്കി മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ട് വറുത്ത് വെച്ച പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കി അതിന്റെ പ്രഷർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പ്രഷർ കുക്കർ തുറക്കാവുള്ളൂ. ഞാനിവിടെ ഒരു പോട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പോട്ട് അല്ലെങ്കിൽ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഈ പരിപ്പിടുക. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് അല്ലെങ്കിൽ 720 മില്ലി ലിറ്റർ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുക. ഞാനിവിടെ ക്യാനിനകത്തുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അങ്ങനെ 3 കപ്പ് ആക്കിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങയുടെ 2ാം പാലില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. 3 കപ്പ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ 720 മില്ലി ലിറ്റർ വെള്ളം ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് പരിപ്പ് നല്ലപോലെ വെന്തുടയുന്നോടം വരെ കുക്ക് ചെയ്യുക. പ്രഷർ കുക്കറിലാണെങ്കിൽ 3 വിസിൽ വരുന്നോടം വരെ ഇത് വേവിക്കുക. പോട്ടിലാണ് വേവിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് മൂട് തുറന്ന് ഒരു 4-5 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ആ പരിപ്പ് അവിടെ വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു 5 ഏലക്കായി 1/2 ടീസ്പൂൺ ജീരകവും വറുത്തെടുക്കാം. പൊടിയുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ഉപയോഗിച്ചാൽ മതി. എനിക്കിവിടെ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വറുത്തിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പരിപ്പ് ഇടയ്ക്ക് മൂട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഏലക്കായും ജീരകവും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് പോട്ടിൽ വേവിക്കുന്നതുകൊണ്ട് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോയി അല്പം കൂടെ വേവാനുണ്ട്, നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഈ പരിപ്പ് നല്ലപോലെ വേവുന്ന വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ പരിപ്പ് അവിടെ വെന്ത് വരുമ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വയ്ക്കുക. ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിക്കുക. നെയ്യില്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചാലും മതി. ആ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർക്കുക. എന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നോണം വരെ വറുത്തെടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട്. ആ തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 10 കശുവണ്ടി ചേർക്കുക. ഇത് വറക്കാത്ത റോ കശുവണ്ടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 15 ഉണക്കമുന്തിരി ചേർക്കുക. എന്നിട്ട് അത് വേഗം ഇളക്കി ആ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്നിടം വരെ നമ്മളൊന്ന് മൂപ്പിക്കുക. ഇപ്പൊ ഇതുപോലെ ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫാക്കുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ പരിപ്പ് വേഗം വെച്ച് ഏകദേശം ഒരു 40 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേനും അത് നല്ലപോലെ വെന്ത് പൊടിഞ്ഞിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ ഇതുപോലെ വെന്ത് വരണം. ഇനി നമുക്ക് സ്റ്റൗ ലോയിലേക്ക് ഇടുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഏകദേശം 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. അത് 6 ഔൺസ് അല്ലെങ്കിൽ 180 ml വരും. ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് 1.5 കപ്പ് ശർക്കര ചേർക്കുക. ഇത് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കരയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചീകിയിട്ട് അത് 1.5 കപ്പ് അളവിലെടുക്കുക. തൂക്കത്തിൽ ഇത് 8 ഔൺസ് അല്ലെങ്കിൽ 220 ഗ്രാം ആണുള്ളത്. എന്നിട്ട് ഈ ശർക്കര നല്ലപോലെ ഉരുക്കിയെടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടി പിടിക്കാതെ നല്ലപോലെ ഉരുക്കിയെടുക്കണം. ആ ശർക്കര ഇങ്ങനെ നല്ലപോലെ ഉരുക്കി കഴിയുമ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ച് വേവിച്ചെടുത്ത പരിപ്പിലേക്ക് ചേർക്കുക. ഈ ശർക്കരയ്ക്കകത്ത് തരിയും കരിമ്പിൻ്റെ ചണ്ടിയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. തീ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. ഒരു തിള വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ ഇടുക. ആ ശർക്കര ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ആ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇത് ചേർക്കണമെന്നില്ല. എന്നിട്ട് ഇത് വേഗം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുക. ആ നെയ്യോടുകൂടി അത് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അല്ലെങ്കിൽ 8 ഔൺസ് തേങ്ങയുടെ 1ാം പാൽ ചേർക്കുക. 8 ഔൺസ് എന്ന് പറഞ്ഞാൽ 240 മില്ലി ലിറ്റർ.
എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീയ ലോ ഫ്ലെയിമിലേക്കിട്ട് ഒരു 4 മിനിറ്റ് വയ്ക്കുക. ആ ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പായസം ഇവിടെ കംപ്ലീറ്റ്ലി റെഡിയായി. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്